welcome to my channel In the Kitchen with Bindu. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു അറബിക് ചിക്കൻ മന്തി റെസിപ്പിയാണ്. അപ്പോൾ അറബിക് സ്പൈസായ സുമാക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഉണ്ടാക്കിയാൽ പോലും ഇത് വളരെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ മന്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഇതിൻ്റെ മാരിനേഷൻ ഒന്ന് ഇതിനകത്ത് മാരിനേറ്റ് ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിത് അര കപ്പ് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അത് ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയാണിത്, അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 4 ചെറിയ പച്ചമുളകും ഒരു കുഞ്ഞു അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ സുമാക് എന്ന് പറയുന്ന സ്പൈസാണ്. അതൊരു മെഡിറ്ററേനിയൻ സ്പൈസാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു മെഡിറ്ററേനിയൻ ലൈക്ക് നല്ലൊരു അറബിക് ടേസ്റ്റ് ഇതിന് തരും. അപ്പൊ അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കാൻ പോണത് ചിക്കൻ സ്റ്റോക്കാണ്. ഇതിവിടെ ഇങ്ങനെ ലിക്വിഡ് ആയിട്ടാണ് കിട്ടുന്നത്. അതിന്റെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഉപ്പുണ്ട്, ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാനത് ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിപ്പോ മാഗിയുടെ ഒക്കെ ക്യൂബായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും നാട്ടില്. അത് പൊടിച്ച് ഇതിനകത്ത് ചേർത്താൽ മതി. അപ്പൊ ഇതെടുത്ത് വെച്ചതിന് ശേഷം ഞാനൊരു 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1/2 ടേബിൾ സ്പൂൺ പുതിനയിലയും കൂടി ഇതിനുള്ളിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നമ്മുടെ മാരിനേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് റെഡ് കളർ ആഡ് ചെയ്യാം, അത് ഓപ്ഷണൽ ആണ്. ഞാൻ 2 തുള്ളി റെഡ് കളറും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതെല്ലാം ചിക്കനിലൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇത് ഞാൻ യൂഷ്വലി ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിറ്റേ ദിവസം ഉണ്ടാക്കാറ്. അങ്ങനെയാണ് എനിക്ക് ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് മാരിനേറ്റ് ചെയ്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കവർ ചെയ്ത് ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നാളെയാണ് ഞാനിത് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തിട്ട് നമ്മൾ അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ എല്ലാ പീസും ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് തീ കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മന്തി ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വയ്ക്കാൻ പോവാണ്. ഇതിപ്പോൾ ഒരു ഫ്രൈയോ അല്ല ഗ്രേവിയോ അല്ലാത്ത പാത്രമാണ് നമുക്കിത് കിട്ടുന്നത്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ആഡ് ചെയ്ത ഓയിലും ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും ചേർന്നിട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാനിതൊന്ന് തീ കുറച്ചിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെള്ളം കുറച്ച് അടുപ്പത്ത് വെച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് എണ്ണ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് യൂഷ്വലി ഒഴിക്കാറ്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്തേക്ക് ഒരു 5-6 ഏലക്കയും കുറച്ച് കുരുമുളകും കൂടി ഇടുന്നുണ്ട്. ഒരു കൊച്ചു കഷ്ണം ജാതിപത്രി. നിങ്ങൾക്ക് ഇതൊന്നും കടിക്കണ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തുണിയിൽ കെട്ടിയിട്ടാലും മതി കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ഇടാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഞാൻ 3 കപ്പ് അരിയാണ് കുതിർത്തി വെച്ചിട്ടുള്ളത്. ഒരു 3/4 മണിക്കൂറോളം കുതിർത്തിയ അരിയാണ്. അത് ഞാനിനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇപ്പോൾ 3 കപ്പ് ചോറ് ഇത് അരി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുവാണ്. എന്നിട്ട് ഇനി ഇത് ഒരു 1/4 ഭാഗം വേവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഞാൻ ഊറ്റിയെടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ മന്തിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചോറും നല്ല ചൂടായിട്ട് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്കൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാൻ പോവാണേ. നമ്മൾ 3 കപ്പ് ചോറ് ഇപ്പോൾ ആ ചിക്കൻ്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് പാലിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കളറിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ജാതിപത്രി, 1/4 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ
പിന്നെ ഞാനൊരു 3-4 സ്പൂൺ റോസ് വാട്ടറും കൂടി ഒരു നല്ല മണത്തിന് വേണ്ടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്മോക്കിന് വേണ്ടി വെക്കണം. അതൊന്ന് ഞാൻ കത്തിച്ച് കൊണ്ടുവന്നിട്ട് ഇത് ദം ചെയ്യാം. അപ്പം നമ്മൾ കുറച്ച് ചാർക്കോൾ കത്തിച്ച് ഇതിൻ്റെ നടുക്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് കാണാമല്ലോ ഇതിപ്പോൾ ഇങ്ങനെ പുക വരുന്നത്. അപ്പം അതുകൊണ്ട് ആ സ്മോക്ക് നമ്മളിപ്പോൾ ഇനി ഇത് അടച്ചു വെക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കൊന്ന് ദം ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലൊരു തട്ട് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേളിലേക്കാണ് നമ്മൾ ദം ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ പാത്രം എടുത്ത് ഇതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ഇനി 20 മിനിറ്റാണ് നമ്മൾ ദം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അലുമിനിയം ഫോയിൽ ഇട്ട് ഒട്ടും എയർ പോകാത്ത രീതിയിൽ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ചാർക്കോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്മോക്കി ഫ്ലേവറും എല്ലാം ഇതിന് കിട്ടും. എന്നിട്ട് ഇനി ഇത് 20 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂൾ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ 20 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുള്ള റൈസും ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഓൾറെഡി ഇത് കഴിച്ച് വയറ് നിറഞ്ഞ് വളരെ വിഷമിച്ചാണ് ഇവിടെ നിൽക്കുന്നത് ആക്ച്വലി. അതുകൊണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലതായ ഒരു റെസിപ്പിയുമായി ഇനിയും കാണും വരെ എല്ലാവർക്കും ബൈ.